കഴിഞ്ഞ ദിവസമാണ് വീരമലക്കുന്നിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള സംഘം എത്തി ഇവിടെ ഡ്രോൺ പരിശോധന നടത്തിയത്. തുടർന്നാണ് ഏകദേശം ഒന്നിലധികം വിള്ളലുകൾ ഈ ഒരു പ്രദേശത്ത് കണ്ടെത്തി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ വീരമലക്കുന്നാണ്. അതായത് ഒരുപാട് അപകട ഭീഷണി നിലനിൽക്കുന്ന അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഏകദേശം 30ഓളം കുടുംബങ്ങൾ ഈ ഒരു പ്രദേശത്തായി താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ വളരെ ഭീഷണിയായി ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു വീരമലക്കുന്ന്. നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ അത്രയും അപകട ഭീഷണി നിലനിൽക്കുന്ന കുന്നു എന്നുള്ളതാണിത്. നിലവിലുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. ചേട്ടാ, ഭയങ്കര ഏകദേശം എത്ര വീട്ടുകാർ ഇവിടെ അടുത്തുണ്ടാവും, താമസിക്കുന്നുണ്ടാവും? ഒരു 10-20-30 അടിയിലായിട്ട് വീട്ടുകാർ ഇവിടെ ഉണ്ട്. മാത്രം ഇത് ഒരു വർഷം പണി തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ അവരെ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ആരും ജപിക്കൊണ്ടില്ല. ഇവിടെ ഒരു സംഘടന, മയിച്ച വികസന സമിതി, അതുപോലെ വീരമല സംരക്ഷണ സമിതി, ഇവരൊക്കെ കളക്ടർക്കും ഈ മേഘ അധികൃതർക്കൊക്കെ ഇതിനെതിരായിട്ടുള്ള പരാതികൾ കൊടുത്തിരുന്നു. കാരണം ശാസ്ത്രീയമായ ഇവിടെയുള്ള മണ്ണിൻ്റെ ഘടനയൊന്നും പരിശോധിക്കാതെ, ഈ കുന്നിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം പരിശോധിക്കാതെ ഇത് മുന്നോട്ട് പോകരുതെന്ന് ഞങ്ങളത് പറഞ്ഞതായിരുന്നു. അതിനെതിരായി ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ കുറച്ച് പേരിൽ ഇപ്പോഴും നിലവിൽ കേസുണ്ട്. ഈ അശാസ്ത്രീയമായ കുന്നിടിക്കൽ തടയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അന്ന് സമരം ചെയ്തത്. ഇത് പണി ഞങ്ങൾ തടഞ്ഞിരുന്നു. അതിനെതിരായ കേസ് ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് പരിശോധനയിലടക്കം ഒന്നിലധികം വിള്ളലുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. വളരെ വലിയൊരു അപകട ഭീഷണി തന്നെയായി അത് നാട്ടുകാരെല്ലാം ആശങ്കയിലാന്നുള്ളത്. ഇപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ പിന്നെ ഇതിൻ്റെ ആദ്യത്തെ അലൈൻമെൻറ്റ് 100 മീറ്റർ ആ ഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ മണ്ണിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഈ നാഷണൽ ഹൈവേ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അത് ഇടിക്കുന്ന സമയത്ത് തന്നെ, മണ്ണിടിക്കുന്ന സമയത്ത് പലപ്പോഴും അവരെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല. മഴ വന്നാൽ തന്നെയും ഇവിടെയുള്ള ആളുകൾക്ക് വളരെ വലിയ പേടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ മഴ സാധാരണ ഉണ്ടായ മഴനേക്കാളും വലിയ രീതിയിലുള്ള മഴയാണ് കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശത്ത് പെയ്തിട്ടുള്ളത്. വലിയ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇതിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത്. അതേ അവസരത്തിൽ ഇതുപോലെയുള്ള കുന്നുകൾ ഇടിയുമെന്നുള്ള ഭീഷണിയിലും എല്ലാം തന്നെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ കലക്ടർ ഉൾപ്പെടെ ഇവിടെ വന്ന് പരിശോധിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി പഴയ രീതിയിൽ തന്നെ അലൈൻമെൻറ്റ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് ആളുകളുടെ ആശങ്കയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും ഒരു മഴ കനക്കുന്നതോടുകൂടി ഇവിടെയുള്ള ആളുകൾ വളരെ വലിയ ആശങ്കയിലാണ്. കാരണം അത്തരത്തിലൊരു നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ഒരു അപകട ഭീഷണി നമുക്കറിയാം. മട്ടലായി കുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ബേവിഞ്ചയിലുള്ള കുന്നായിക്കോട്ടെ, അത്തരത്തിൽ ഒരുപാട് കുന്നുകൾ ഈ ഒരു സമീപ പ്രദേശങ്ങളായുണ്ട്. അവയെല്ലാം തന്നെ ഒരു മഴ വന്നാൽ കൂടെയും അത്തരത്തിൽ അപകട ഭീഷണി ഉളവാക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.